സുഹൃത്തുക്കളെ, പലപ്പോഴും കളിക്കളങ്ങളിൽ പരിക്ക് പറ്റിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണക്കുറവ് മൂലം പരിക്ക് പറ്റിയ ആളുകൾക്ക് കൂടുതൽ സഫറിങ്ങിലേക്ക് പോകേണ്ടതായിട്ട് വരാറുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. 10-12 വർഷങ്ങൾക്ക് മുമ്പാണത്. അന്ന് പന്ത് കളിക്കുമ്പോൾ ഒരു ഹൈ ബോളിലേക്ക് ഹെഡ് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്ന സമയത്ത് കാല് ട്വിസ്റ്റ് ആവുകയും എൻ്റെ മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു സൗണ്ട് കേട്ട് ഞാൻ വീഴുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ചുറ്റിനുള്ള കുറച്ച് ആഫ്രിക്കൻ പ്ലേയേഴ്സും അതേപോലെ തന്നെ നേപ്പാളി പ്ലേയേഴ്സൊക്കെ ആയിരുന്നു. ഇവരെല്ലാവരും കൂടി വന്നിട്ട് എൻ്റെ കാല് ശക്തമായിട്ട് നീർത്തുകയും സ്ട്രെച്ച് ചെയ്യുകയും മടക്കുകയൊക്കെ ചെയ്ത് അവർക്ക് അങ്ങനെ തോന്നിയത്, അങ്ങനെ ചെയ്യണമെന്നാണ് തോന്നിയത്. എന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴാണ് പിന്നീട് പറയുന്നത് അത് ലിഗമെൻ്റ് ടിയർ ആണെന്നുള്ളതാണ്. ശരിക്കും ലിഗമെൻ്റ് ടിയർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അത് കാല് അനക്കാതെ വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും കാണുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വീണ് കിടക്കുമ്പോൾ സഹായിക്കണം എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ സഹായത്തിനപ്പുറത്തേക്ക് അതൊരു ഉപദ്രവമായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ പറ്റുക. അത് ഫുട്ബോൾ കളിക്കളങ്ങളിൽ മാത്രമല്ല, പലപ്പോഴും ആക്സിഡൻ്റ് ഒക്കെ പറ്റുന്ന സ്ഥലങ്ങളിൽ ആളുകൾ ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെ നേരെ പോയിട്ട് എടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷയിലേക്ക് കയറ്റുമ്പോൾ നമുക്കറിയില്ല അയാൾക്ക് എവിടെയാണ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത്, എവിടെയാണ് ഒടിവ് വന്നിട്ടുള്ളത്, അല്ലെ അയാളുടെ റിബ്സ് ഡാമേജ് ആണ്. അപ്പോൾ റിബ്സ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഹൃദയത്തിലേക്ക് അഫക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? ഈ എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ. പറഞ്ഞു വന്നത് ഇത്രയാണ്, നിങ്ങൾക്ക് കളിക്കളത്തിൽ ഇഞ്ചുറി പറ്റിയ ആളുകളെ സഹായിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, അത് ഒരിക്കലും മോശമല്ല, നല്ല തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ഒരാളുടെ കാല് സ്ട്രെച്ച് ചെയ്യാൻ, ഇഞ്ചുറി പറ്റിയ ഒരാളുടെ കാല് സ്ട്രെച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരു ഡോക്ടർ വന്നാൽ ചിലപ്പോൾ ആ ഡോക്ടർ ഇത് നോക്കിയിട്ട് ഇതിനെന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നേരെ ചെന്നിട്ട് ആ കാലൊന്ന് പിടിക്കലും മറിക്കലും തിരിക്കലൊക്കെ ആയിട്ട് വലിയ ആളുകളായിട്ട് പ്രിറ്റൻഡ് ചെയ്യുകയാണ് പലപ്പോഴും കളിക്കളത്തിൽ ചെയ്യാറുള്ളത്. അപ്പം പഴയ കാലത്തൊക്കെ ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ വൈദ്യരുടെ അടുത്ത് പോകും. വൈദ്യന്മാരുടെ അടുത്ത് പോയാലും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ സ്ഥിതി. അവർക്ക് ഒഴിയ പിന്നെ വെച്ച് കെട്ടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് അവരുടെ ചികിത്സാ രീതി അതാണ്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പോഴത്തെ കാലം സംബന്ധിച്ചിടത്തോളം ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായാലും അയാൾ പഴയ പോലെ തന്നെ കളിക്കാൻ തക്ക രീതിയിലേക്ക് കളിക്കളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഒരു ലിഗമെന്റ് ഇഞ്ചുറി പറ്റിയ പ്ലെയറെ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ നമുക്കത് അറിയോ നോക്കുക, എന്നിട്ടൊക്കെ ആളുകളെ സഹായിക്കാൻ വേണ്ടി പോവുക. അല്ലെങ്കിൽ കളിക്കളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള പരിക്കുകൾ ഫിസിക്കലായിട്ടുള്ള ഇപ്പോൾ കാല് പിന്നെ തിരിയാ ഒടിയാ മറിയാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പരമാവധി തൊടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. വീണ്ടും നല്ല വിഷയങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.